നമ്മുടെ ഈ മഹത്തായ ഉദ്ഘാടന സെഷനിൽ ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിക്കാനായി മുഹമ്മദ് നാഷിദ് അസ്ലം, മുഹമ്മദ് ഹാദി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. صلى الله عليه وسلم وعلى آله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل ثواب قراءتنا وبركة دعائنا إلى حضرة حبيبك سيدنا وشفيعنا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم إلى حضرات جميع مشايخنا وأساتذتنا يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم بحقهم وبجاههم اسرع سيرنا وسهل أمورنا وحسن مرادنا وبلغ آمالنا يا رب العالمين. اللهم بارك لنا في أسماعنا وأبصارنا وقلوبنا وتعلمنا وتعليمنا وفي مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا هب لنا من أزواجنا وذرياتنا. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ളവരെ, എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്നോട് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളുടെ മികവ് കണ്ട് സന്തോഷിക്കുവാനുള്ളൊരു വേദിയാണിത്. സഹറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന കുഞ്ഞുമക്കൾക്ക് ചെറുപ്രായം മുതൽ തന്നെ ഖുർആനിൻ്റെ തണലിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അടിസ്ഥാനമായ വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകി വരുന്നത്. അൽഹംദുലില്ലാഹ്, അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെത്തുന്നത് അതെത്ര വളർന്നാലും അവരുടെ ഹൃദയത്തിൽ അതുണ്ടാകും എന്നുള്ളത് തന്നെയാണ് സയൻസും ശാസ്ത്രവും ഒക്കെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ കുഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് കുഞ്ഞിനെ കൂടി എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. എൻ്റെ ദീർഘമായ വിഷയങ്ങളൊക്കെ
ഉദ്ഘാടകനൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ, വളരെ മഹനീയമായ ഒരു സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുമക്കളെ പിഞ്ചിളം പ്രായത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ സന്ദേശം, അതാണ് സിക്യു അഥവാ സഹറത്തുൽ ഖുർആൻ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ വിപുലമായി, വളരെ ശാസ്ത്രീയമായി നടത്തപ്പെടുന്ന ഈ മഹത്തായ പാഠ്യ പദ്ധതി അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നത് പോലെ കേരളത്തിൽ എന്നല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒക്കെ വളരെ സജീവമായി, ജനകീയമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതിനെ കുറിച്ച് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ഇടയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി വളർന്നു വരേണ്ടത് ശരിയായ മുഅ്മിനായി തന്നെയാണ്. അപ്പോൾ അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവൾ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഒക്കെ ഒരു ശരിയായ മുസ്ലിമിന് ഉപകരിക്കുന്ന രീതിയിലാകണം. അത് രൂപപ്പെടുത്തേണ്ടത് അവന്റെ മാതാപിതാക്കളാണ്, ഗുരുനാഥന്മാരാണ്, ഈ സമൂഹത്തിന്റെ നേതൃത്വമാണ്. അങ്ങനെ ഒരു ശൈലിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. നിങ്ങൾ നോക്ക്, വ്യത്യസ്ത സമുദായങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ പറയുകയാണ്. UKG മുതൽ സിവിൽ സർവീസിന്റെ ട്രെയിനിങ്ങോടുകൂടിയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. 2025 കാലെടുത്ത് വെക്കാൻ പോവുകയാണ് നമ്മൾ. 2040 അല്ലെങ്കിൽ 2050 ഈ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തിന്റെ ചീഫ് സെക്രട്ടറി ആകേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് സ്വന്തം സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ധിഷണാപരമായ, ബൗദ്ധികമായ, ഇന്റലക്ച്വലായിട്ടുള്ള ഇടപെടലുകൾ വ്യത്യസ്ത സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ സമുദായവും നമ്മുടെ കുട്ടികളും അത്തരത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമില്ലേ? ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സമുദായത്തെ ആകമാനം, അല്ലെങ്കിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന മതപരമായ സംവിധാനത്തെ ഒരുപക്ഷെ
സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറയുക. അത് ഒരു വശത്താണെങ്കിൽ മറുവശത്ത് ഇന്നത്തെ ആധുനിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ വേപതുവിന്റെ ആഴമെത്രയാണെന്ന് നമുക്കറിയാം. നമ്മുടെ പുതിയ തലമുറ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെയും അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങളുടെയും അതുപോലെ മാരകമായിട്ടുള്ള മറ്റ് അബ്യൂസുകളുടെയും അടിമത്വത്തിൻ്റെയും ഒക്കെ ആളുകളായി മാറുന്ന പുതിയ തലമുറയെ കണ്ട് വിഷമിച്ച് മനംനൊന്ത് പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനൊരു പരിഹാരം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ ഒരു കാലം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു മാറ്റമുണ്ടാക്കാം, കുട്ടികളെ നന്മയിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഒരു പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതുജന സേവനം നടത്തുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത്, ഇന്നത്തെ മാതാപിതാക്കൾ കുട്ടികളെ കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലും അയക്കുന്ന മാതാപിതാക്കൾ വളരെയധികം പ്രയാസത്തോടെ, സംശയത്തോടെയൊക്കെയാണ് സ്കൂളുകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഏതു നിമിഷവും ലഹരി മാഫിയയുടെ കഴുകക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരു സമൂഹം റാഞ്ചി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് സമൂഹം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കലാലയങ്ങൾ ലഹരി മാഫിയകളുടെ കോറിഡോറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം, എന്ത് തർബിയത്ത് കൊടുക്കണം, ആരുടെ കൈകളിൽ എത്തിക്കണം എന്നുള്ള വ്യക്തമായ ധാരണയും ബോധ്യവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ തുടക്കകാലം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പിതാക്കന്മാരും ഒക്കെ നന്നായി ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തുടക്കത്തിൽ തന്നെ, കുഞ്ഞുങ്ങളുടെ തുടക്കത്തിൽ തന്നെ ധാർമ്മികവും ഇസ്ലാമികവും ഈമാനികവുമായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന രീതിയിലുള്ള നല്ല മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. മറ്റൊരു ഫംഗ്ഷൻ 12:30 മണിക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് പോകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്, ഒരു കുട്ടി ജനിക്കുന്നത് ഒരു വൈറ്റ് ബോർഡ് പോലെയാണ്. അവന്റെ മനസ്സിലൊന്നും ഉണ്ടാകില്ല. അവിടെ ചിത്രം വരച്ചിടേണ്ടത്, അവൻ ആരായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ് അവന്റെ റൂട്ട് തെളിച്ചു കൊടുക്കേണ്ടത്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് തത്വചിന്തകന്മാരുണ്ട്. അതിലൊരാളാണ് ബ്രിട്ടീഷ് തത്വചിന്തകനായ ഡോക്ടർ എറിക് ബേൺ.
ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയതായി ചുവടുവയ്പ് നടത്തി ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന സഹറത്തുൽ ഖുർആൻ ZQ സ്കൂളിൻ്റെ ഈ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകനായ കേരള പോലീസ് അഷ്റഫ് ഷഹീറക്ക തുടങ്ങിയ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുരുന്ന മനസ്സിൽ ഇസ്ലാമികതയും ഭൗതികതയും വളർത്തിയെടുക്കുവാൻ